പ്രിയപ്പെട്ട കിഞ്ഞളി ഗായികയും ടെലിവിഷൻ ഹോസ്റ്റുമായ റിങ്കി ടോമിയെ അജ്രക് ബേൽ ആറോസയുടെ ഫൗണ്ടർ ആയിട്ടുള്ള സനൂജ മേമിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ സനൂജ മേമിന്റെ മോളായ ലെന മേമിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സനൂജ മേമിന്റെ ഹസ്ബൻഡ് ഫൗണ്ടർ ആയിട്ടുള്ള സജീവ് സാറ് വേദിയിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പറ്റില്ല. സാറിന്റെ ഒരുപാട് ഹാർഡ് വർക്ക് ആണിത്. അതുകൊണ്ട് സാർ ഉറപ്പായിട്ട് ഈ വേദിയിൽ നിൽക്കേണ്ടതാണ്. സനൂജ മേമിന്റെയും സജീവ് സാറിന്റെയും മോനായ അദിനാൻ സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം പറയുകയാണ്. ഒപ്പം തന്നെ സനൂജ മേമിനെയും ഞാൻ വെൽക്കം ചെയ്യും. അപ്പൊ ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നിങ്ങൾ എല്ലാവരും ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാവരും തന്ന സ്നേഹവും സപ്പോർട്ടും സഹകരണവും ഒക്കെ ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ അജ്രക് ബേൽ അറോസയും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞാനുജത്തി അഞ്ചന്മാർക്കും നമസ്കാരം. പുറത്തൊന്നും ഫുഡ് വേണ്ട, അതാണ് ആലപ്പുഴക്കാരുടെ ഒരു ഇത്. വേറെന്താ ഇനി ആലപ്പുഴ പറ്റി പറയും നിങ്ങളെ? മന്ത്രത്താൽ പായുന്ന കുതിരേ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ ആടാമോ, മാനത്തെ മാമന്റെ തളികയിൽ മാവുണ്ണാൻ പോകാമോ നമുക്കിനി തുമ്പീവാ, തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, പണ്ടത്തെ പാട്ടിന്റെ വരികള് ചുണ്ടത്ത് തേൻതുള്ളിയായി, കൽക്കണ്ട കുന്നിന്റെ മുകളില് കാക്കാച്ചി മേയുന്ന തണലിൽ ഊഞ്ഞാലേ ആടിപ്പോ, ആ കയ്യിലൊരു പിടി കഴിക്കാത്ത നെല്ലിക്ക മണി തരൂ, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. അയ്യോ എന്തൊരു ചിരി! വന്നപ്പോ തന്നെ ഈ ചേട്ടന് മുഖത്തോടാ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അവ അടഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത്രയും പേര് ചിരിക്കുന്നേക്കാളും ഭംഗി ഈ ചേട്ടന്റെ മുഖത്ത്. നോക്ക് എല്ലാരും നോക്ക്. മതിയോ? ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ നീളി കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശം നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം മോഹം. ഒരു ചേച്ചി ഇന്ന് ഭയങ്കര ഉച്ചത്തിൽ പാടുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വാ നോക്കട്ടെ. തട്ടമിട്ട് താത്ത ഇങ്ങോട്ട് വാ. മോഹം കൊണ്ടു ഞാൻ മധു തേടിപ്പോയി നീലെ പാട്. നമ്മൾ ഒന്നിച്ചു പാടുവല്ലേ? പനി പിടിച്ചു നടത്തിട്ട് വന്നതാണോ? നേരത്തെ പറയാറുമല്ലോ. കുഴപ്പമില്ല, പനി ഇല്ലാത്തവരായിട്ട് ആരുണ്ട്? നീ പറഞ്ഞല്ലേ? ഓക്കെ. പുഞ്ചനീളെ കാറ്റ് കളിയാടി ഒരു കൊയ്ത്ത് പാട്ടിൻ വീണമേറെ പായലല പാടി പൊന്നരിവാളിൻ മുറ്റത്ത് കതിരൊളി മുത്തം വെക്കുമ്പോൾ അവൾ അണയുന്നൊരു തീരത്ത് മലരുകളായത് നേരത്ത് അവളുടെ കനവിന് കലരൽ നീതിര കുട്ടനാടൻ പുഞ്ചനീളെ കാറ്റ് കളിയാടി ഒരു കൊയ്ത്ത് പാട്ടിൻ വീണമേറെ കായലല പാടി. പിന്നെ ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു കൈയുടെയൊക്കെ തന്നാലേ പടം പറ്റുന്നു.
അടുത്ത മാസം വള്ളംകളിയാണ്. അതിന് ഞാൻ തന്നെ വള്ളം തുഴയാൻ വരണമെന്നൊരു ചേട്ടൻ ആഗ്രഹം. എനിക്കിങ്ങനെ കൈകൊണ്ട് തുഴയാനേ അറിയത്തുള്ളൂ, ശരിക്കുള്ള വള്ളങ്ങളിൽ തുഴയാൻ അറിയില്ല. അത് നിങ്ങളല്ലേ ആലപ്പുഴക്കാരെ വെട്ടാൻ വല്ലവരും തുഴച്ചിൽ പറ്റുമോ? ആ കൂപ്പൺ ആയിട്ട് ഇവിടെ എത്തിയാൽ മാത്രമായിരിക്കും, അല്ലാത്ത പക്ഷം നമ്മൾ അടുത്ത കൂപ്പൺ എടുക്കുന്നതായിരിക്കും. ആ ഒരു വിന്നറുടെ നമ്പറാണ് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. ഇന്നത്തെ ഭാഗ്യശാലി നമ്മുടെ ശിവൻ ചേട്ടൻ. ശിവൻ അഡ്രസ് രാജി ഭാരതി മന്ദിർ. 1,00,000 രൂപയുടെ സമ്മാനമാണ് നമ്മുടെ രാജശേഷിക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ അടിക്കുമ്പോലും വിചാരിച്ചു, അത് ചുമ്മാ ഇതിന്റെ ലീവ് എടുത്തു വന്നിട്ട് വെറുതെ ഇതിലെ വന്നതാണ്. എന്തായിരുന്നു മനസ്സിന്ന് രാവിലെ പറഞ്ഞു ഇന്ന് എന്റെ ദിവസമാണെന്ന് എങ്ങനെ മനസ്സിലാവും? കിട്ടതേ ഉള്ളായിരുന്നു. 1,00,000 രൂപയുടെ ചെക്ക് സമ്മാനമായി നൽകിയത് ഷാജി സാറും സലീം സാറുമാണ്. രണ്ടുപേർക്കും ഒരുപാട് നന്ദി. ഇത് നല്ലൊരു കാര്യം, കാരണം പല സ്ഥലത്തും ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഗിഫ്റ്റ് ഹാമ്പർ അല്ലെങ്കിൽ ഡ്രസ്സ്, ട്രോഫി അല്ലെങ്കിൽ മുട്ടായി ഒക്കെ കൊടുക്കും. പക്ഷെ ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അവർക്ക് അവരുടെ ആവശ്യത്തിന് അവർക്ക് ചെലവഴിക്കാൻ പറ്റും. ഇതെല്ലാ നറുക്കെടുപ്പിലും എല്ലാവരും ഇങ്ങനെ ഒരു രീതി എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടും ലാറോസയുടെ മികച്ച തീരുമാനം. നല്ലൊരു കൈഡി.